കുടിശ്ശിക മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ കാണേണ്ടത് 2016 പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കമ്പനി കൂടണം, അപ്പൊ പെൻഷൻ പ്രതിസന്ധിയായി. പെൻഷൻ, ഈ പെൻഷൻ സംരക്ഷണം അതിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലാതെ ഇന്ത്യ രാജ്യത്ത് മറ്റവിടെ 62 ലക്ഷം ആളുകൾക്ക് 1600 പെൻഷൻ കൊടുക്കുന്ന പേരാമ്പ്ര കോളേജിലുണ്ട്. ഞാൻ അവിടുത്തെ അധ്യാപകരോട് ചോദിച്ചു, ശരിയാണോ? ഒരുപാട് ശരിയാണ്. അവിടെ ഹോട്ടലിലേക്ക് ടോക്കൺ കൊടുക്കുകയാണ് കോളേജിൽ നിന്ന്. വിശപ്പുരഹിത ക്യാമ്പസ് കോളേജിൽ ഉൾപ്പെടെ ഒറ്റമാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും മാറ്റം ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ വന്ന മാറ്റം കോൺഗ്രസ് ആണ് ഈ മാറ്റത്തിന് പിന്നിലെങ്കിൽ, BJP ആണ് ഈ ഗുണപരമായ മാറ്റത്തിന് പിന്നിലുള്ള ശക്തിയെങ്കിൽ 25 കൊല്ലത്തിലേറെയായി അവർ ഭരിക്കുന്ന ഗുജറാത്തിൽ മാറ്റമുണ്ടാവുന്നു. അപ്പോൾ മാറ്റം സ്വാഭാവികമായി ഉണ്ടായതല്ല. മാറ്റത്തിന് പിന്നിലുള്ള ശക്തി കോൺഗ്രസും BJPയും ലീഗുമല്ല. വികസന മുന്നേറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവകാശപ്പെട്ടതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കണം. നാളെ രാവിലെ മുതൽ ഈ പര്യടനം ആരംഭിക്കാൻ പോകുന്നത്. ആ ജാഥയും അതിനെ തുടർന്ന് 25-ാം തീയതി കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുമ്പിലേക്ക് നമ്മുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ബഹുജന പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുക്കാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ലിസ്റ്റിൽപ്പെട്ടത് മുഴുവൻ പൂർത്തീകരിക്കാൻ പോകണം. അതിനുവേണ്ടി 17,209 കോടി രൂപ കേരള സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ആരുടെ കൂടെയാ? ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൂടെയാ. അതിദരിദ്രരുടെ സംരക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, ഇതുപോലെ പാവപ്പെട്ടവന് സംരക്ഷണം ലഭിക്കുന്നവിടെ. സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിൽപ്പെട്ടവന് വൈദ്യുതിക്ക് പണം വേണ്ട, വെള്ളത്തിന് പണം വേണ്ട, ഭക്ഷണം സൗജന്യം. കേരളത്തിലല്ലാതെ മറ്റെവിടെ? ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് ഇതെല്ലാം കേരളം ഉറപ്പുവരുത്തുകയാണ്. ഇതോടൊപ്പം രാജ്യത്തും ലോകത്തും ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ കേരളം പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ സംരക്ഷിക്കുന്നു. 38,000 ആളെ കിടത്തി ചികിത്സിക്കാൻ പറ്റും കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. 38,000 ആളെ. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്രം പണം അനുവദിക്കാത്ത പ്രശ്നമുയർത്തിക്കൊണ്ട് ഒന്നിച്ചു നിയമസഭയ്ക്കകത്ത് സംസാരിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും പുറത്തിറങ്ങിയാൽ VD സതീശന്റെ വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന നിലയിലാണ്. കേരളത്തെ വിമർശിച്ച് ഇവിടെ ഭരണമില്ല, ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല എന്ന ആവലാതികളാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം പുറത്തിറങ്ങിയിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തോടും BJPയോടും അവരെ പിന്തുണച്ച് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള BJP, കോൺഗ്രസ്, ലീഗ് അനുഭാവികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരായ അക്രമം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇതിനു മുമ്പ് ഇതുപോലെ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് നാം സമരവും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട്. ദശാബ്ദങ്ങൾക്ക് മുമ്പേ നാം ഈ അവഗണനയെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭരണകാലത്തെ തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള കേന്ദ്ര അവഗണനയുടെ മുദ്രാവാക്യത്തിന്റെ പ്രശ്നത്തിനും അന്ന് പറഞ്ഞതിനും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അന്ന് അതൊക്കെ പറയുമ്പോഴും നമ്മുടെ ധനകാര്യ ഭദ്രതയ്ക്ക് ഊനം തട്ടാത്ത നിലയിലുള്ള ഒരു അവസ്ഥ കേരളത്തിനുണ്ടായിരുന്നു. കേരളത്തിന് നേരിട്ട് നികുതി പിരിക്കാം, കേരളത്തിന് നികുതി കൂട്ടാം, കുറയ്ക്കാം, ഈ അധികാരങ്ങളെല്ലാം ഉണ്ടായിരുന്നൊരു കാലത്താണ് കേന്ദ്ര അവഗണന കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായിരുന്നത്. ഇപ്പം BJP അധികാരത്തിൽ വന്ന് 10 വർഷം പൂർത്തീകരിച്ച് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്ത്യയിലെ എല്ലാ നികുതി പിരിക്കാനുള്ള അവകാശവും കേന്ദ്രം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിന് പഴയതുപോലെ നികുതി പിരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കാൻ കഴിയാത്ത പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ആ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏറെ വർഷക്കാലമായി മോഡിയുടെ ഭരണത്തിൽ നിരന്തരമായി കേരളം ധനകാര്യ മേഖലയിൽ ആക്രമിക്കപ്പെടുകയാണ്. അക്രമം സഹിച്ച് മുന്നോട്ടു പോകുന്ന കേരളത്തിലെ സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്നതല്ല, വിവിധ മാർഗങ്ങളിലൂടെ പണസമാഹരണം നടത്തി നാട്ടിലെ സാധാരണക്കാരന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. പണമെല്ലാം തന്നിരുന്നുവെങ്കിൽ ഈ 1600, 1700, 1800
ലൈഫിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി 5,30,85,000 വീട് 6-7 കൊല്ലത്തിനിടയിൽ നിർമ്മിച്ചതിനാണ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി തർക്കാണ്. ആരല്ല കുപ്പായിട്ട് നിൽക്കുന്നത്? മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് അറിയാമോ? കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം 100ഓളം ഓപ്പറേഷൻ നടക്കുന്നുണ്ട്.